ഓം ശ്രീ മാത്രേ നമഃ. കാഞ്ചീപുരം കാമാക്ഷി അമ്മൻ ദേവസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആടിമാസത്തിലെ ഇന്നത്തെ ദിവസം വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കുന്നത്. ആടി പെരുപ്പ് എന്നാണ് പറയുക. അതായത് ആടിമാസത്തിലെ 18ാമത്തെ ദിവസം. ഈ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലൊക്കെ ഈ ആടിമാസം, അതായത് കേരളത്തിലെ കർക്കിടക മാസം വളരെ വിശേഷമാണ്. ദേവീ പ്രാധാന്യമുള്ള സമയമാണ്. നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇതിനെ കർക്കിടക മാസമായിട്ട് ആചരിക്കുന്നത്. അല്ലാതുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ദേവിക്കാണ് വളരെയധികം പ്രാധാന്യം. അപ്പൊ ഈ ആടിമാസത്തിൽ ഇവിടെ കാമാക്ഷി ദേവസ്ഥാനത്തിൽ, അതായത് കാഞ്ചീപുരത്തെ കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവതിയെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ കാഞ്ചീപുരത്തുള്ള കാമാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത് ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ്. വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ള ശക്തിപീഠമാണ് ഈ കാമാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. പിതാവായ ദക്ഷന്റെ യാഗത്തിൽ വെച്ചിട്ട് അപമാനിതയായ സതീദേവി അവിടെ വെച്ച് പ്രാണത്യാഗം ചെയ്യുകയും സതീദേവിയുടെ മൃതശരീരം കൈകളിലേന്തി ആർത്ത് കരഞ്ഞ പരമശിവൻ ഭഗവാന്റെ കൈകളിലേന്തിയിട്ടുള്ള ആ സതീദേവിയുടെ ശരീരത്തെ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് പല ഭാഗങ്ങളായി ചിന്നിച്ചിതറിച്ച് കളയും. അപ്പൊ ഭഗവതിയുടെ നാഭി ഭാഗം വന്ന് വീണിട്ടുള്ള സ്ഥലമാണ് ഈ കാഞ്ചീപുരം. അതായത് ചെന്നൈക്കടുത്തുള്ള കാഞ്ചീപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. അങ്ങനെയാണ് ഇവിടെ ശക്തിപീഠങ്ങളില് ഒരു ശക്തിപീഠമായിട്ട് ഈ സ്ഥലം മാറിയത്. പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ ശ്രീചക്രം സ്ഥാപിക്കുകയും ഭഗവതിയെ ആരാധിക്കുകയും ചെയ്യുണ്ടായി. അപ്പോ ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടുള്ള കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രം ദേവീ ഭക്തർക്ക് വളരെയധികം അനുഗ്രഹം ചൊരിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന് ഭഗവതിയെ ദർശിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇവിടെ ഭഗവതിയുടെ തിരുനടയിലും വളരെ സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. ആ ഭഗവതിയുടെ തേരെഴുന്നള്ളിക്കാനുള്ള സൗഭാഗ്യം അമ്മ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. പലപ്പോഴും ചാമുണ്ടേശ്വരി അമ്മയുടെ തേരെഴുന്നള്ളിക്കാൻ ഞങ്ങളെപ്പോഴും കൂടാറുണ്ട്. അപ്പോൾ ആ സൗഭാഗ്യം ഇവിടെയും ഭഗവതി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. കൂടെ നിന്ന് തിരുമേനി തന്നതാണിത്. അമ്മയുടെ പ്രസാദമായി ഞങ്ങൾ കരുതുന്നു. അമ്മയുടെ തിരുനടയിൽ ആത്മപ്രണാമം നടത്തുന്നു. ഓം ശ്രീ ചാമുണ്ടേശ്വരിയെ നമഃ. நடந்து